എന്തൊരു സാധനം എവിടെ കൊണ്ട് വയ്ക്കണമെന്നൊരു വ്യവസ്ഥയല്ലേ. എവിടെ കിട്ടുന്ന സാധനം എവിടെയെങ്കിലും കൊണ്ട് മാറ്റി അങ്ങ് വെച്ചോളൂ. ഇതാ ഇത് കുറച്ചെടുത്ത് ഒരച്ച പണയം വെക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഈ മഞ്ഞ കളറാണെന്നുള്ള സ്വർണ്ണം അല്ലത്. എന്നാ രാവിലെ ഒന്ന് ചള്ളു പഠിക്കല്ല ഞാൻ ഭാഗത്ത് ഇതിന് വിളിച്ചത്. അതൊക്കെ ഉണ്ട്. എന്താ ചിണുങ്ങണത്? 10-30 വയസ്സായി. കാര്യം പറയട്ടെ. ഇപ്പോഴും കൊച്ചിലെ ഉത്തരവാണെന്നാണ് വിചാരം. പറ കാര്യം പറയട്ടെ. നോക്ക് പെട്ടെന്ന് നമുക്കൊന്ന് പുറത്തു വരെ പോണം. എവിടെ? ഞാൻ വരാന്നില്ല. പാടിയാ വേണ്ടി നീ പോലത്തെ വരും. എന്നെ കൊണ്ട് പറ്റൂലേ? വരൂലേ? വരുവാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയാം സ്വപ്നേട്ടാ. വരൂലേ സ്വപ്നേട്ടാ? വരൂലേ സ്വപ്നേട്ടാ? വരാം. കാര്യം പറ. എവിടെ പോയി? അതൊരു അതൊക്കെ പറയാം. ഇച്ചാനിപ്പോ സ്കൂളിൽ പോകും പുറത്ത്. അപ്പൊ ഞാൻ പറയാം. അളി അറിയാതെ അങ്ങനെ ഉപദേശിച്ചോളൂ. ഞാൻ വരൂല. ആ പ്രശ്നം കാര്യം ചെയ്യും. എന്താണ് കാര്യം? നിന്റെ അടുത്ത് പറ. ഞാൻ അളിയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോകേണ്ട പെർമിഷനും കോർട്ട് പെർമിഷനും എല്ലാം ഞാൻ വാങ്ങിക്കാം. അയ്യോ അതൊരു സർപ്രൈസ് ആണ്. അളിയോട് പറഞ്ഞ ഞാൻ കുമ്പഡാൻസ് കളിക്കാം. നീ പറഞ്ഞ കുമ്പഡാൻസ് തലയിൽ മറ്റേ കൊടൊക്കെ വെച്ചിട്ടില്ല. നീ എന്തിനാ രാവിലെ വന്ന് അങ്ങനെ ചോദിക്കുന്നത്? സ്വപ്നേട്ടനോട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ? എവിടെ പോകണമെന്ന് പറഞ്ഞു ഞാൻ വന്ന കളിയാ. നിനക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തറഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ നിനക്കൊരു പ്രശ്നമുണ്ട്. എന്നാ സോപ്പിടാ? നീ എവിടെ പോണേ? സോപ്പിടാണെന്നല്ല, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോണം. ആ എന്ത് സാധനം എന്ന് പറ. എന്ത് സാധനം പറ, ഞാൻ വാങ്ങിച്ചോട്ടെ. പൊട്ടാണല്ല, എന്റെ മാച്ചിനുള്ള പൊട്ടും വളയും കമ്മലൊക്കെ മാച്ചിന് നോക്കിയാൽ കിച്ചാനെ കൊണ്ട് പറ്റുമോ? വേണ്ട. അപ്പൊ അത് നീ തന്നെ പറ്റും. നീ തന്നെ വയ്ക്കും. 500 തന്നിട്ട് ഇതിനാണ് പൊട്ടൊക്കെ വാങ്ങി. പൊട്ട് നീ ഒരു സമയം ഒരു പൊട്ടല്ലേ അത് മൊത്തം ഇങ്ങനെ നിരത്തി പൊട്ട് വയ്ക്കും. പിന്നെ വേണ്ടപ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കുറെ പൈസ തന്റെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതങ്ങ് എടുത്തോണ്ട് വയ്ക്കാതെ ഞാൻ പോകുന്നു. പിന്നെ പോണ്ടേ? നേരത്തെ പറഞ്ഞേ വിളിക്കണ കേട്ടാ. പറയാതെ പോണോ വയ്ക്കണം. എങ്ങനെ പറ്റണം എന്റെ പൊന്നോ. സ്വഭാവങ്ങളൊക്കെ ഇതൊക്കെ ബാക്കി ഉണ്ട് കേട്ടാ. പോയിട്ട് വാ എന്റെ സ്വപ്നേട്ടാ. ഇച്ചായം പോയിട്ട് വരുമ്പോ നമുക്ക് ഇച്ചായനെ സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്ക്. ഇങ്ങോട്ട് പോയി സ്വപ്നേട്ടാ. സ്വപ്നേട്ടാ എന്ത് മറവിയാണ് സ്വപ്നകുമാറേ. ഈ കൊച്ചു പ്രായത്തിൽ ഇത്രയും മറവി പാടുണ്ടോ? അതും ആഹാര കാര്യങ്ങളിൽ. എപ്പോഴും തിന്നണം ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? എടി നമുക്ക് അളിനെ ഞെട്ടിക്കണ്ടേ? അളിനെ ഞെട്ടിക്കണമെങ്കിലേ ബുദ്ധി വേണം. ബുദ്ധി വേണമെങ്കിൽ ആഹാരം കഴിക്കണേ. ആഹാരം കഴിച്ചാലേ ബുദ്ധി വരുള്ളൂ. ഈ തടി അതാണ്. പറ ഞെട്ടിക്കണ്ടേ? എന്ത്? അത് ഞാൻ അറിയേണ്ട കാര്യമൊന്നും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ നിന്റെ ഇച്ചായനെ ഞെട്ടിച്ച് വിറപ്പിച്ച് നിക്കർ കുടിക്കുന്ന മൂത്രം ഒഴിക്കും. പോരെ? ഒരു 500 എടുക്കുന്നില്ല. ഇച്ചായനെ ഞെട്ടിക്കാൻ വേണ്ടിട്ടല്ല. ഇച്ചായ സന്തോഷം കൊണ്ട് കണ്ണിന് ഇങ്ങനെ കുടുകുടുകുടുകൂടാ കണ്ണീര് വരണം. ഒരുമാതിരി പാല എന്റെ അടുത്ത് പറയാതെ കേട്ടാ. ആദ്യം പറഞ്ഞു ഞെട്ടിക്കാൻ, ഇപ്പൊ പറഞ്ഞു കരയിപ്പിക്കാൻ. ഈ രണ്ടും കൂടെ ഒപ്പിച്ച് പറ്റാന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞു ഇച്ചാൻ എന്തിനാ ഞെട്ടിക്കണെന്നറിയാം. അതാ എനിക്കങ്ങനെ അറിയാം. ആണാ? നീ എന്തൊരു വേണ്ടതോട്ട് കാണിച്ചത്? ആദ്യം എന്റെ അടുത്ത് പറയാനുണ്ട്. എങ്കിൽ ഞാൻ ആദ്യം ഒരു പിറന്തനാൾ വാഴ്ത്തുക്കൾ പറഞ്ഞതല്ല. പിറന്തനാൾ വാഴ്ത്തുക്കൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ നേരത്തെ പറഞ്ഞ പിന്നെ എങ്ങനെ സർപ്രൈസ് ആവും? സ്വപ്നേട്ടാ ഇച്ചാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമുക്കുണ്ട് ഒരു കേക്ക് മേടിക്കണം. എന്നിട്ട് ഇച്ചായൻ വരുമ്പോ സർപ്രൈസ് ആയിട്ട് അത് കട്ട് ചെയ്യണം. അത് കണ്ടിച്ചാൻ സന്തോഷം കൊണ്ട് ഇച്ചാൻ കരയണം. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ വാങ്ങിക്കണം. ഒരു കുപ്പി വൈനും കൂടെ വാങ്ങിക്കണം. കൂടെ അതെന്തിനാ? എങ്കിലേ എനിക്ക് സന്തോഷമാവുള്ളൂ. അവിടെ അത്ര സന്തോഷം വേണ്ട കേട്ടാ. ഇച്ചായൻ മാത്രം സന്തോഷിച്ചാ മതി. ഇവിടെ നിന്ന് അത് മുഴുവൻ കഴിക്കും. ഞാൻ റെഡി ആയിട്ട് വെക്കും. എങ്ങ പോവന്നേ? അത് പറ്റൂല. ഇവിടെ നിന്നങ്ങനെ കഴിക്കാൻ പറ്റൂല. ഞാൻ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് പതുക്കെ ആലോചിച്ച് കഴിക്കേ ഉള്ളൂ. ഒന്ന് കഴിക്കാൻ പോലും. സ്വപ്നേട്ടാ സ്വപ്നേട്ടാ ഡേയ് എന്തോ സ്വപ്നേട്ടാ 24 മണിക്കൂറത്തെ അതങ്ങോട്ട് താഴെ വെച്ചാൽ അങ്ങോട്ട്. നീ എന്നെ കുറ്റം പറഞ്ഞ ഞാൻ സഹിക്കും.
ഈ പാവപ്പെട്ട കുറ്റം പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അതോടെ വെച്ചിട്ട് പോക്കറ്റിലോട്ട് വയ്ക്കും. എടി എനിക്ക് ഇത്രയും പൈസ തന്നാലേ ഞാൻ ദൂരത്തനായി പോകും. അയ്യോ ആർക്ക് തന്നത്? നമ്മുടെ പോക്കറ്റ് വെച്ചിട്ട് വണ്ടി എടുക്ക്. ഇച്ചാന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കണേ കുറെ സാധനങ്ങൾ വാങ്ങിക്കണം പുറത്തു പോയി. അതിന് നീ എന്തിനു പറഞ്ഞത്? നീ ലിസ്റ്റ് ചെയ്തെടു, ഞാൻ വാങ്ങിച്ചോണ്ടിരാം. ഓ എന്തോ ഞാൻ വാങ്ങിച്ചോണ്ടിരാന്ന്. ഞാൻ വാങ്ങിക്കണ്ട കേട്ടാ. എനിക്കും കൂടെ അറിയാൻ വരാൻ വാങ്ങിക്കേ. അതുവഴി മുങ്ങിപ്പോയി കള്ളു കുടിക്കാനല്ലേ? നിർത്തും പതുക്കെ പറ, ആൾക്കാർ കേൾക്കൂല. ഒന്നാമത് കല്യാണം പോലും ആയിട്ടില്ല. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും എനിക്ക് പെണ്ണ് വരുമോ? ഇങ്ങോട്ട് നിന്നെ കൊണ്ടുപോകാത്തതേ കാല് വയ്യാത്തോണ്ടാണ്, അല്ലാതൊന്നുമല്ല. അയ്യോ കാല് വേദന പേരും പറഞ്ഞോട്ടെ പൈസ കൊണ്ട് പോയിട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരും. എന്നിട്ട് ബാക്കി പൈസ മുഴുവൻ ഇസ്കും, എന്നിട്ട് കള്ളു കുടിക്കും. ഓ നിർത്തോ. ഞാൻ തന്നെയാണ് ഇച്ചാന്റെ കാശ് ഒരുവിധം ഇച്ചാൻ കാണാണ്ട് മോട്ടിച്ചൊക്കെയാണ് പൈസ എടുക്കുക. അതിന് സ്വപ്നയുടെ മോട്ടിക്കാൻ നോക്കിയാ നിന്നെ കൊണ്ടുപോകാത്തത് കാല് വേഗത്തോണ്ടല്ലടി, നിന്റെ നാക്കൊണ്ടല്ലേ. ഈ നാക്കാണ് കാര്യം, അതാണ് ഞാൻ കൊണ്ടുപോകാത്തത്. ഇവിടെ കൊണ്ട് കൊളകളെ അടിക്കും പോലെ അവിടെ ബാക്കിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നാണക്കാരാണ്, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. മനസ്സിലായ? പുറകിലത്തെ കഥ പഠിച്ചാ തന്നിക്കല്ലോ ഒരുപാട്. മറ്റേ റിസർവ് ബാങ്കിന്റെ കമ്മട്ടല്ലേ തന്നിക്കണം. ആ പറ എത്ര 500 300 തന്നിട്ടാണ് അവളെ വായോടി. ആ കൂട്ടിയാ വാ. ഓ എന്തൊരു വെയിലല്ലേ. ചൂടെന്ന് വെച്ചാ ഭയങ്കര ഹെൽമെറ്റ് വെച്ചേക്കുമല്ലേ? ഇറങ്ങാൻ മട്ടെ. എന്തൊരു ചൂട്. ഇതെന്തോന്ന് കാണിക്കുന്നത്? അപ്പുറത്ത് വനചേച്ചിയെ ജിമ്മി പട്ടിയെ കുളിപ്പിക്കുമ്പോഴേ ഇങ്ങനെ ഓസ് എടുത്ത് അടിക്കുമ്പോ എന്റെ ദേഹത്തെ വെള്ളം വീഴുമ്പോ അതിങ്ങനെ അടിക്കണം. വർത്താനം പറയല്ലേ. ഈ ചൂടെ പൊയ് വെയിലത്ത് വിളിച്ചോണ്ട് പോയതും പോരാ, ആരും ചത്തം നിറഞ്ഞ പോലെ ഞാൻ പോകാത്തതാണ്. പിന്നെ നീ ആയോണ്ട് ഞാൻ വന്നേ ഉള്ളൂ. പിന്നെ ഓസിനൊന്നും അല്ലല്ലോ, 2 ഗ്ലാസ് മോരനെ മേടിച്ചു തന്നിട്ട്. 2 ഗ്ലാസ് മോര് സഹോദരായിപ്പോയി, അതുകൊണ്ട് അതിരിക്കട്ടെ. മാമി മാവനെ വിളിക്കില്ലേ? ഇനി മാമി മാവനെ വിളിക്കില്ലേ? ബർത്ത്ഡേ അടിച്ച് വിളിക്കണ്ടേ? ബെസ്റ്റ്. നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് വെച്ചാൽ ഒന്നാമത് ഇഷ്ടമല്ല. പിന്നെ അവരെ കൂടെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുക്കണ്ടേ? ഇപ്പിടി അങ്ങോട്ട്. അതിപ്പോ കഴിക്കാനും കുടിക്കാനൊക്കെ എനിക്കും കൊടുക്കണമല്ലോ. അല്ല എനിക്കും തരണമല്ലോ. ഓ എനിക്കും തരണമല്ലോ. അതെന്തെങ്കിലും തരാം. പഴകഞ്ഞിയൊക്കെ ഇരിപ്പുണ്ട്. വാ. പഴകഞ്ഞ എന്ത് വേണ്ടേ? അല്ല ഈ ചൂട് സമയത്ത് പഴകഞ്ഞി കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ എന്തെങ്കിലുമൊക്കെ തരാം. വാ. വേറൊരു കാര്യം, ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇച്ചായന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കണം. എങ്ങനെ? നമ്മളിപ്പോ ചെയ്യാൻ പോണ ഫംഗ്ഷൻ ഇല്ലേ, അത് ഇച്ചായന്റെ ജീവിതത്തില് ഇച്ചായൻ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കണം. അതിന് നല്ലൊരു ഐഡിയ എൻ്റെ ഉണ്ട്, പറയട്ടാ. അതായത് നമ്മൾ ഈ കേക്കൊക്കെ അവിടെ പൊളിച്ചു വെക്കുമല്ലോ, എന്നിട്ട് ചെറിയൊരു മെഴുകി വാങ്ങിച്ചിട്ട് അതിൽ കുത്തി വെക്കണം, എന്നിട്ട് കത്തി വെക്കണം. അല്ല കത്തിച്ച് വെക്കണം. കത്തിയല്ല, കത്തി പിന്നെ കത്തിച്ച് വെക്കണം. എന്നിട്ട് അളിയനോട് പറയണം ഹാപ്പി ബർത്ത്ഡേ പാടാൻ വേണ്ടി പോകുമ്പോൾ അളിയോട് പറയണം അളിയെ ഊതാൻ പറയണം. ഊതിയാണ് വേണ്ട, അളിയെ ഊതണം. അപ്പൊ അളിങ്ങനെ കുനിയുമല്ലോ. അപ്പൊ ഞാൻ പിറകെ പേട്ട് തലയ്ക്ക് ഒറ്റ അടിക്കുമ്പോ മുഖം വെച്ച് ഇങ്ങനെ കേക്ക് ഇവിടെ മൊത്തം കേക്കൊക്കെ ആയിന്ന് ചെയ്യും. എങ്ങനെയുണ്ട്? പിന്നല്ല എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ട്രെൻഡ് ആണത്. ജൂലൈ അല്ലേ? ജൂൺ 26 എന്നാണ് അമ്മായി പറഞ്ഞത്. ജൂൺ അപ്പൊ ജൂൺ ആക്കാം, കുറച്ചാവും. അപ്പൊ ഈ ഐഡിയ മറക്കാതെ വെച്ചിട്ട് നമുക്ക് അന്ന് എടുക്കാട്ടാ. അയ്യേ എനിക്ക് ശരിയാവൂല. അതെന്തെന്നറിയാമോ, എന്റെ വായിലും മൂക്കിലൊക്കെ കേക്ക് ഇതൊക്കെ പോയാലോ എനിക്ക് ശ്വസിക്കാനോ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. അത് ശരിയാവില്ല. അത് പിന്നെ എടുക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ആ കേക്കിനെ നീ വെളിയിലിട്. കട്ടിയേ ഉള്ളൂ പൊട്ടിക്കാൻ. ഇത് വാങ്ങിച്ച സമയം പോലെ വെള്ളം ഉറച്ച് നിൽക്കുവാന്നേ. ഒരുമാതിരി വർത്താനം പറയല്ലേ, എനിക്ക് കൊതിയായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ അടിക്കുന്ന വെയിൽ കണ്ടാ വെളിയില്, അത് കേക്ക് മെൽറ്റ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പൊട്ടിക്കാൻ പറഞ്ഞത്. ശരി ബുദ്ധിമാനെ, ആദ്യം അത് ഊരത് ഊരിവിടെ പോയി. ബുദ്ധിമാനെ കൂടുതൽ ബുദ്ധി ഉപദേശിക്കണ്ട കേട്ടാ, ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചോളാം. എനിക്ക് എത്ര ബർത്ത്ഡേ വന്നിട്ട് പോയി, എനിക്കിതുപോലെ ഒരു സർപ്രൈസ് ഇതുവരെ തന്നിട്ടുണ്ടാടി. അതിനെന്നെ സ്വപ്നയുടെ ഒരു കാര്യം ചെയ്യും, എന്നെ പോലെ ഇത്രയും നല്ലൊരു കുട്ടിയെ കണ്ടെത്തി. എന്നെ പോലെ ഒരു കുട്ടിയെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും അത് ശരിയാണ്. ഇതുപോലെ സാധനത്തിന് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ സ്വഭാവത്തിൽ പെങ്കൊച്ചിനെ കണ്ടത് ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോ ഇതുപോലെ ബർത്ത്ഡേ ഓണവും വിഷു ഒക്കെ വരുമ്പോ ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റ് തരും.
ഒരു സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടി ഞാൻ കല്യാണം കഴിക്കണം. പോവാണ്ടേ അവിടെ നിന്റെ വരിയാക്കി. എനിക്ക് വേണ്ട, ഞാൻ നിർബന്ധിക്കണമെന്നല്ലേ. സ്വപ്നേട്ടന് വേണമെങ്കിൽ മതി. ഇവിടെ നമുക്ക് അലങ്കരിക്കാം. എവിടെ? ഇവിടെ. ഓ, ഇവിടെ അലങ്കരിച്ചിട്ട് വേണം നിനക്ക് അഹങ്കരിക്കാം അതിന്റെ പേരിൽ. തമാശ അറിയണ? തമാശ അല്ല, നിനക്ക് ഭർത്താവിന് ഒരു സർപ്രൈസ് അലങ്കരിച്ചൊരു സർപ്രൈസ് കൊടുക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പക്ഷേ ഇവിടെ അലങ്കരിച്ചാൽ ശരിയാവില്ല. ഇവിടെ എവിടെ? ഒരു കണിയരെ പോയി കണ്ടിട്ട് കണിയരെ വിളിച്ചോണ്ട് വരാം. എന്നിട്ട് അയാളോട് ചോദിക്കും ഇവിടെ എവിടെയാണ് അലങ്കരിക്കാൻ ബെസ്റ്റ് സ്ഥലമെന്ന്. ബാക്കിയുള്ളവർ ഊശിയാകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളേ. പെണ്ണെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എനക്ക്. എന്നും അറിഞ്ഞൂടാതെ പറഞ്ഞോളൂ. എടി, നിനക്ക് സർപ്രൈസ് കൊടുക്കണമെങ്കിലേ അളി ഇവിടെ ഒന്ന് കയറുമ്പോഴേ കാണൂലേ ഇത് ഇവിടെ കലകരിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ പറ്റും? അതുകൊണ്ട് പറ്റിയ സ്ഥലം ബെഡ്റൂമാണ്. അതാണ് പറഞ്ഞത്. അത് വേണ്ട. ഇച്ചാനെ കയറി വരുമ്പോ നമുക്ക് അവിടെ നിന്ന് സർപ്രൈസ് പൊളിച്ചാ പോരെ. ആദ്യം കൂടി വരട്ടെ, ശരിയാക്കി തരാം. പറഞ്ഞ ജോലിയും കൂടി ചെയ്യും. പെരുക്ക് ഞാൻ മിണ്ടൂലേ. ഈ ബലൂണേ ഒരു 3 ദിവസം മുമ്പ് എന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് ഞാൻ പെരിക്കും. ഈ 2 സൈഡും അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. നീ പെരിക്കും കാണിക്കും. അപ്പൊ ഇതാര് പെരുക്കും? കറക്റ്റ് സമയത്ത് എണീക്കണം. ഉറങ്ങിക്കളയല്ലേ? അവിടെ കിടക്കും. ഓക്കെ ആണോ? ശ്വാസം കിട്ടണുണ്ടോ? പിന്നെ ഓക്കെ. എന്റെ പൊട്ടിയില്ല. ഞാൻ പൊട്ടിക്കാന്ന് പറഞ്ഞ കേൾക്കും. ഒന്ന് പുറത്ത് പോയിട്ട് വളയാ ഇത് പൊട്ടിക്കേ. ഞാൻ സത്യം പറയട്ടെ, സത്യമായിട്ട് ഞാൻ പേടിച്ചില്ല. അതല്ല അളിയാ, ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ അവസാനത്തെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആയിരിക്കും. പേടിച്ചാ പിന്നെ നീ എന്താ വിചാരിച്ചു? എനിക്ക് ബലൂണും ബോംബൊക്കെ ഒരുപോലല്ലേ? ഞാൻ ഒരു പച്ചയായ മനുഷ്യല്ലേ. ഇമാതിരി സാധനം പൊട്ടിക്കാനാണെന്ന് എന്റെ കയ്യിൽ 2 വാങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സർപ്രൈസ്? ഓ, ഇതിനാണെന്ന് പുറത്തു പോകണമെന്ന് നീ പറഞ്ഞല്ലേ? വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാലടുത്ത് കണ്ടാ അല്ലെ ചോദിച്ചാ ഒറ്റ മനുഷ്യനെ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വിളി ഒന്നുമില്ല. മാമാവിനെ അമ്മാവിനെ വിളിക്കാൻ പറഞ്ഞു. ആരെയും വിളിച്ചില്ല. ആ സമയത്താണെങ്കിൽ ഒടുക്കലത്തെ പിശുക്ക് നിങ്ങളെ കാട്ടപ്പുറം. പിന്നെ പിശുക്കൊന്നും അല്ല. എന്റെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് എനിക്ക് സർപ്രൈസ് ആക്കാൻ പറ്റുമോ? ഇച്ചാനും മഞ്ഞ കേക്കും മഞ്ഞ. ഇപ്പൊ ഈ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടോ എന്റെ അച്ഛന് കൊറേ ലൈക്കൊക്കെ കിട്ടും. വേറെ ആവശ്യമില്ലാത്ത കാര്യം ചുമ്മാ. ഇതൂടെ വെച്ചോളൂ. ശരിയാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. പിന്നെ ഈ കൊപ്പി വെച്ച് ഇതില് കൊപ്പി വെച്ച് കേക്ക് മുറിച്ച് ഇതിന്റെ പടം എടുത്തിട്ടാണ്. ഞാൻ 3 വയസ്സുള്ള കൊച്ചല്ല, 30 വയസ്സായ മുതുകരാണെന്ന് ആർക്കാണ് അറിവുള്ളത്? നീ എന്തേലും പറഞ്ഞേ. എന്റെ അളിയ 3 വയസ്സുള്ള പിള്ളേരെ പോലെ വാശിപ്പിക്കില്ല. ഇത് വയ്യളിയ ഒരു രസം. പിന്നെ 3 വയസ്സുള്ള പിള്ളേർ മാത്രം ബർത്ത്ഡേ ആഘോഷിക്കോളാം. 90 വയസ്സുള്ള ആളുകൾ വരെ ബർത്ത്ഡേ ആഘോഷിക്കും. എന്റെ ഇഷ്ടത്തിന് നല്ല ചന്തോളിയാ. ഇതൊക്കെ ഭയങ്കര മോശം. പിന്നെ ഫോട്ടോ എടുക്കട്ടെ? ഞാൻ പറഞ്ഞു ഞാൻ എടുക്കും. പിന്നെന്താ കുഴപ്പം? ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തോ, പക്ഷെ പിന്നെ ഫേസ്ബുക്കിലൊന്നും എടുക്കരുത്. എന്താ ചെയ്യാ? കണ്ണിൽ പോയാ അപ്പഴേ സ്വപ്നം പറഞ്ഞിട്ട് കണ്ണിന് വീടാതെ പൊട്ടിക്കണോന്ന് തലമട്ടി ഇവിടെ എടുത്തിട്ട് സമാധാനമായില്ലേ? എന്ത് ചെയ്തൊന്നും ഇഷ്ടമായില്ലേ? എന്റെ നാളെ കൂടെ 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് ഇച്ചാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്രയും ചിരിക്കല്ലേ വേണ്ടത്. സന്തോഷം കൊണ്ട് ഇങ്ങനെ ആനന്ദ കണ്ണീർ ഇങ്ങനെ കുടുകുടുകുടാ വീഴണം. അയ്യോ, ഇത് കണ്ടിട്ട് എനിക്ക് പൊട്ടി കരയാൻ കരയാൻ തോന്നണത്. പിന്നെ ഇങ്ങോട്ടൊക്കെ വന്ന് ആനന്ദ കണ്ണീര് കാണിക്കും.
എന്താ കളിയാ? അയ്യെവിടെ ആരെവിടെ അയ്യെവിടെ ആരുടെ ടോമിച്ചന്റെ അയ്യെവിടെ? അതല്ലേ ഇതായിരിക്കണത്. അതെ, നമ്മളെ കണ്ണുകൾ നമുക്ക് കാണാൻ പറ്റൂല. അതല്ലേ നോക്കി ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിൽ എഴുതിയിരിക്കുന്നതാ ഹാപ്പി ബർത്ത്ഡേ ആലിയ. ഹാപ്പി ബർത്ത്ഡേ അളിയാനാണ്. ഹാപ്പി ബർത്ത്ഡേ ടോമിച്ചായ. ബർത്ത്ഡേ ചിരിക്കാനൊന്നും ഇരിക്കണ അളിയ. അളിയന്റെ ബർത്ത്ഡേ ആണ്ട് അളിയന്റെ പേര് പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ എന്റെ പേര് പറയും. മരമാക്കരുത് വായു. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നീ 10ാം ക്ലാസ് 4 പ്രാവശ്യം കുസ്തി ആയിരുന്നല്ലോ. എടി നീ ഡിഗ്രി വരെ പഠിച്ചല്ലേ? ആണോ അല്ലയോ? ഇങ്ങോട്ട് കണ്ണ് നോക്കതാ ഇതിനകത്തോട്ട്. ടോമിച്ചായൻ. ഇതിൽ അയ്യെവിടെ? ടോമിച്ചന്റെ അയ്യ എവിടെ? അയ്യില്ലേ അയ്യില്ലെന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കോറസാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യ ഇങ്ങനെ വന്ന് ഇതിന്റെ ഇടയിൽ കയറി ഇരിക്കൂല. അളിയ ഇതിന്റെ പെട്ടി പൊട്ടിച്ചവളാണ്. അയ്യ അവിടെ കാണും. ഓ അവിടെ ഇരിക്കണ അയ്യ. ഇത്ര വരെ എച്ച് വരെ ഇവിടെ പിന്നെ അയ്യ അവിടെ. എന്നാലും അയ്യ അങ്ങോട്ട് പോയി. ഇത് അളിയ അയ്യ കാണാൻ സ്ഥിതിക്ക് ഉറുമ്പരിച്ചാണ്. എടാ പോടാ പോ രണ്ടും പോയി ചാവും. ഒരാളിന്റെ ബർത്ത്ഡേക്ക് ആകെപ്പാടെ കേക്കിൽ എഴുതേണ്ട മാറ്റർ എന്താണ്? അയാളുടെ പേര്. ആണല്ലോ. അതുപോലും വൃത്തിയായിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന 2 മരമാക്രികൾ. നീയൊക്കെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? എന്നിട്ട് കുറെ ഒരു തൊപ്പിയും കുറെ ബലൂണും ലൈറ്റും ഇതും വെച്ച് ടോമിച്ചായൻ. ഇതിന്റെ സ്പെല്ലിംഗ് ഇറങ്ങി നിനക്കൊക്കെ എത്ര വയസ്സായി? 2ാമത്തെ കൂടെ നമ്മൾ കേരള വരുന്ന മറ്റേ പൊട്ടക്കൊക്കെ പൊട്ടിക്കാൻ ഭയങ്കര ഇതായിരുന്നല്ലോ. ആ സമയം ഇതെടുത്ത് വെച്ച് നോക്കാത്തത് ബർത്ത്ഡേ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കൂടിയുണ്ട്. സാറേ സാറേ ഒരു അയ്യില്ലാത്തതാണ് ഇവിടെ പ്രശ്നമല്ലേ? സാറാണ് പോലും. സാറ് ഒരു വിവരമില്ലാത്ത. ഈ അധ്യാപനായുള്ള കുഴപ്പം ഇതാണ്. എടി നീ എന്തോ ഇങ്ങ് പോകുന്നത്? എടി അളിയൻ വെറുതെ ഒരു തമാശ പറഞ്ഞില്ലേ? ഇത്രയും കഷ്ടപ്പെടുന്നത് ചെയ്തിട്ടു. ഇതിപ്പോ അളിയനെ നീ സന്തോഷം കൊണ്ട് കരയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നീ കരയാണല്ലോ ഇപ്പൊ. എടി ചിലവരിങ്ങനെ തന്നെ നമ്മൾ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും അവരത് കാണൂല. അവരെന്തെങ്കിലും ചെറിയ കുറ്റം കണ്ടുപിടിച്ച് നമ്മളെ തിരിച്ച് കളിയാക്കുകയും കരയിപ്പിക്കുകയും ചെയ്യും. എടി അത് നമ്മളെ കുഴപ്പമല്ല, അത് അവരെ കുഴപ്പമാണ്. പിന്നെ ടോമച്ചന് ഇങ്ങനെയെങ്കിലും ഒരു മോശം സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങ് സമാധാനം ചെയ്യും. അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച വേറെ കുഴപ്പമൊന്നുമില്ല. അത് ശരി തന്നെ. നിനക്കിപ്പോ ആയി ശരിയാക്കണം. അത്രയല്ലേ ഉള്ളൂ കേട്ടോ. ചേട്ടായിട്ട് 1 വരെ 5 ആയി ടോമച്ചന് റേ കൊടുക്കാം. മേടിച്ചൊരു 4 ടാമ്പ് ടാമ്പി കൊടുത്താൽ 5 ആയി വരും. പിന്നെ ഈ വിരലിന്റെ കാര്യം എനിക്ക് ഉറപ്പില്ല. ഈ 4 ആയി ഉറപ്പായിട്ട് വന്നിരിക്കും. അയ്യേ തല്ലാനൊന്നും അല്ല. നീ ഇപ്പൊ ഞാൻ പറയാൻ പോലെ കേൾക്കാൻ പറ്റുമോ? ആളെന്റെ അയ്പ ശരിയായി കൊടുക്കാം. വാ ഇങ്ങോട്ട് കരയാതെ വാ. എന്തുകൊണ്ട് വരണോ? ഇത്തിരി കൂടിപ്പോയി. ഈ അധ്യാപകരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് തെറ്റ് മാത്രമേ കാണൂ. ഈ വാ 4 കളിയാ. ഒരു ഐക്ക് വേണ്ടി ഇത്രയും പ്രശ്നം ഉണ്ടാക്കില്ല. ഇത്രയും മോശമായിട്ട് സംസാരിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ അവള് ഇരുന്ന് പൈസ എല്ലാം നുള്ളി പറക്കി എടുത്തല്ലേ അളിയന് വേണ്ടിയിട്ടല്ലേ അളിയ അത് വാങ്ങിച്ചത്. ഞാൻ അപ്പോഴത്തെ അതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടപ്പോൾ ഞാൻ തമാശയ്ക്ക് സത്യം പറഞ്ഞ് എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണ്. വേറെ ആരും ഇത് പറഞ്ഞില്ല. നിങ്ങളിതൊക്കെ ചെയ്തില്ലേ? പക്ഷെ എനിക്ക് അത്ര സന്തോഷമല്ല. അപ്പൊ ഞാനിരുന്ന് ഒരു കേക്ക് കട്ട് ചെയ്ത് നിനക്ക് തരുമ്പോ നിനക്ക് സന്തോഷമില്ല. അതെ കത്ത് താഴെ അതെ കത്ത് താഴെ. ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ. പോടാടിച്ചു പാടിയിട്ട് അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന ഞാൻ നടന്നോല്ലേ ചുമ്മാ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഒരു വയസ്സ് കൂടിയെന്ന് പറഞ്ഞാൽ പറയുന്ന കളറിയാ. ഒരു വയസ്സ് കൂടിയെന്ന് പറഞ്ഞാൽ സമയം അടുത്തു എന്നാണ് അർത്ഥം. എന്റെ ഒരു സന്തോഷത്തിനല്ലേ. നേരത്തെ ഒരു വയസ്സ് കൂടിയതാ. പ്രാർത്ഥിച്ചിട്ട് കേക്ക് ഞാൻ പ്രാർത്ഥിക്കില്ല. ചുമ്മാ പ്രാർത്ഥിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കില്ല. വാശി പിടിക്കല്ലേ? ശരി അല്ലെ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിച്ചോളാം. എന്റെ ഒരു ആഗ്രഹമല്ലേ. കണ്ണടച്ച് നിക്ക്. പെട്ടെന്ന് പ്രാർത്ഥിച്ച് തീർക്കാം.
പ്രാർത്ഥിക്കാൻ പോവാണേ. പെട്ടെന്നാണോ? ഓ. അല്ലെ ഞാൻ കണ്ടു പറക്കും. പ്രാർത്ഥിക്കാൻ പോവാണേ. തുടങ്ങട്ടെ. പെട്ടെന്നാവട്ടെ. ഭഗവാനേ. അയ്യര കുറവൊന്ന് മാറ്റി കിട്ടിയല്ല. ദാ, മാറിയാ ഇപ്പൊ മാറി കിട്ടി. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അളിയ എന്റെ വക അത് അളിയ എന്റെ വക ചെറുതായിട്ടാണ് ഇങ്ങനെ എടുത്ത് ചെറിയൊരു. എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ. രണ്ടുപേരും നിനക്ക് സന്തോഷമായ, പക്ഷെ എനിക്ക് സന്തോഷമായില്ല. ഇപ്പോഴാണ് എനിക്ക് സന്തോഷം.